എല്ലാവർക്കും നമസ്തേ. ഞാൻ സിന്ധു സതീശൻ. എന്താണ് സന്യാസം? ഹിന്ദു ആശ്രമധർമ്മങ്ങളിൽ നാലാമത്തേതാണ് സന്യാസം. 1 ശൈശവം, 2 ഗാർഹസ്ഥ്യം, 3 വാനപ്രസ്ഥം, 4 സന്യാസം. ശൈശവം അഥവാ കൗമാരം, ഈ പറയുന്ന കാലഘട്ടം നമ്മൾ ജനിച്ചത് മുതൽ നമ്മുടെ വിദ്യാഭ്യാസ കാലഘട്ടമാണ്. പഠനമൊക്കെ കഴിഞ്ഞ് ജോലിയൊക്കെ നേടി വിവാഹം കഴിച്ച് ഭാര്യയോടും കുട്ടികളോടുമൊപ്പം താമസിക്കുന്ന കാലഘട്ടമാണ് ഗാർഹസ്ഥ്യം. വാനപ്രസ്ഥം എന്നാൽ കുടുംബത്തോടൊപ്പം തന്നെ കുടുംബജീവിതത്തോടൊപ്പം തന്നെ ആത്മീയതയിലേക്കും കൂടി കടന്നു ചെല്ലുന്ന ആ ഒരു കാലഘട്ടമാണ് വാനപ്രസ്ഥം. സന്യാസം എന്നാൽ പൂർണ്ണമായും ലൗകിക ജീവിതം ത്യജിച്ചുകൊണ്ട് ആത്മീയതയിലേക്ക് മടങ്ങുന്ന ആ ഒരു കാലഘട്ടമാണ് സന്യാസം. അതായത് എൻ്റേതെന്നുൾപ്പെടെ സകലതും ത്യജിച്ച ഒരു അവസ്ഥയാണ് സന്യാസം എന്ന് പറയുന്നത്. സന്യാസം സ്വീകരിച്ചവരെയാണ് നാം സന്യാസി എന്ന് വിളിക്കുന്നത്. സന്യാസിമാരുടെ ആത്യന്തികമായ ലക്ഷ്യം പരമപ്രാപ്തിയിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ്. സന്യാസി സമൂഹത്തിൽ ഏറ്റവും ഭയാനകമായ ജീവിത രീതി പിന്തുടരുന്ന ഒരു സന്യാസി സമൂഹമാണ് അഘോരികൾ. ദേഹമാസകലം ചുടലഭസ്മം പൂശി തലയോട്ടി മാലകൾ അണിഞ്ഞ് അർദ്ധനഗ്നരായി അല്ലെങ്കിൽ പൂർണ്ണമായി നഗ്നരായാണ് ഈ സന്യാസി സമൂഹത്തെ നമുക്ക് കാണാൻ കഴിയുന്നത്. നന്മയുടെയും തിന്മയുടെയും കഥകളിൽ ഇവരുടെയൊക്കെ ശക്തമായ സാന്നിധ്യം ചിലയിടങ്ങളിലൊക്കെ സൂചിപ്പിക്കാറുണ്ട്. ശിവനിലെ വൈരഭനാണ് അഘോരികളുടെ ആരാധനാമൂർത്തി. പൊതുസമൂഹവുമായി അധികം ബന്ധമില്ലാത്ത അഘോരി സന്യാസികളെ പൊതുവെ എല്ലാവരും അല്പം ഭയത്തോടെയാണ് നോക്കിക്കാണുന്നത്, സമീപിക്കാറുള്ളത്. ശരിക്കും ആരാണ് അഘോരി സന്യാസികൾ? ഭയം ഒട്ടും തീണ്ടാത്ത, നല്ലതും ചീത്തയുമില്ലാത്ത, ശരിയും തെറ്റുമില്ലാത്ത, പുണ്യവും പാപവുമില്ലാത്ത, കറുപ്പും വെളുപ്പുമില്ലാത്ത, ഇഹപരങ്ങളുടെ ദ്വൈതോപാശം മുറിച്ച് ജീവിതം നയിക്കുന്ന ഒരു തരം സന്യാസി ഭാവമാണ് അഘോരികൾ. ശിവഭഗവാനെ വൈരഭൻ്റെ രൂപത്തിൽ ആരാധിക്കുന്ന ഇവർ എല്ലാ വസ്തുക്കളിലും പൂർണ്ണത കണ്ടെത്തുന്നു. അതുകൊണ്ട് തന്നെ ഇവർ സ്വദേശത്തെക്കുറിച്ചോ വസ്ത്രത്തെക്കുറിച്ചോ കഴിക്കുന്ന ഭക്ഷണത്തെക്കുറിച്ചോ യാതൊരു ചിന്തകളും അലട്ടാറില്ല. ഈ അഘോരി സന്യാസികൾ ധ്യാനത്തിനായി തിരഞ്ഞെടുക്കുന്ന സ്ഥലം ശ്മശാനമാണ്. ഇതൊക്കെ നമ്മുടെ പൊതുബോധത്തിൽ നിന്നും ഗതിമാറി സഞ്ചരിക്കുന്ന ഒരു കൂട്ടം സന്യാസി സമൂഹമാണ് അഘോരികൾ, അല്ലെങ്കിൽ അഘോരി സന്യാസി സമൂഹം. നമ്മുടെ ഭാരതത്തിലെ അഘോരി സന്യാസി സമ്പ്രദായത്തിന് ഏകദേശം 5000 വർഷത്തിലേറെ പഴക്കമുണ്ട്. സന്യാസ നിഷ്ഠ കൊണ്ടും ആചാരങ്ങൾ കൊണ്ടും മറ്റു സന്യാസ സമ്പ്രദായങ്ങളെ അപേക്ഷിച്ച് അഘോരി സന്യാസ സമ്പ്രദായങ്ങൾ വളരെയേറെ വ്യത്യസ്തമാണ്. മന്ത്രതന്ത്ര സിദ്ധികൾ കൈവരിച്ച ഒരു യഥാർത്ഥ സാധകനെ ആകാശത്തിൽ നിന്ന് സൂര്യകിരണങ്ങളെ ആവാഹിച്ച് ആ കിരണങ്ങൾ ഉപയോഗിച്ച് അഗ്നികുണ്ഡം വരെ ജ്വലിപ്പിക്കാൻ കഴിയുമത്രേ. നമ്മൾ സാധാരണക്കാരെ പോലെ അഘോരി സന്യാസികൾ അസൂയയും വെറുപ്പും വെച്ചു പുലർത്താറില്ല, അല്ലെങ്കിൽ കൊണ്ടു നടക്കാറില്ല. മനസ്സിൽ ദുഷിച്ച ചിന്തയുള്ളവർക്ക്, വെറുപ്പുള്ളവർക്ക് ഒരിക്കലും ധ്യാനിക്കാനോ ഒരു യഥാർത്ഥ സന്യാസിയാകാനോ കഴിയില്ല. പക്ഷിമൃഗാദികൾക്ക് സ്വന്തം പാത്രത്തിൽ നിന്ന് ഭക്ഷണം പകുത്തു കൊടുക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്ന അഘോരികൾക്ക് തീക്ഷ്ണമായ ദൃഷ്ടിയും ആരോഗ്യ ദൃഢഗാത്രമായ ശരീരവും ഉറച്ച കാൽവയ്പും കമണ്ഡലവും തൃശൂലവുമായാണ് അഘോരികളെ സർവ്വസാധാരണമായി നാം കാണാറുള്ളത്. ഇവരെ അഘോരി സന്യാസികളെ നാം കൂടുതലായി കാണപ്പെടുന്നത് ഗംഗാതീരത്താണ്. ഇവരെ ഈ ഗംഗാതീരത്ത് ഏറ്റവും കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നതിൻ്റെ കാരണം ഗംഗാതീരത്താണ് ഏറ്റവും കൂടുതൽ ശവസംസ്കാരം നടത്താറുള്ളത്. പ്രത്യേകിച്ചും വാരണാസിയിലെ മണികർണിക ഘട്ട്. തലയോട്ടി മാലകൾ അണിഞ്ഞ് ശ്മശാന ഭസ്മം ധരിച്ച് ശിവനിൽ അലിഞ്ഞ് മോക്ഷത്തിലെത്താനാണ് അധികം അഘോര സന്യാസികളും ജീവിക്കുന്നത് തന്നെ. നേർത്ത ചണവസ്ത്രം ധരിച്ച് അല്ലെങ്കിൽ ശരീരത്തിൽ മുഴുവൻ ശ്മശാനത്തിലെ ഭസ്മം പൂശി അർദ്ധനഗ്നരായോ പൂർണ്ണനഗ്നരായോ ആണ് അഘോരി സന്യാസികൾ സഞ്ചരിക്കുന്നത്, അല്ലെങ്കിൽ അഘോരി സന്യാസികൾ സഞ്ചരിക്കാറുള്ളത്. ജീവൻ്റെ 5 പ്രധാനപ്പെട്ട ഘട്ടങ്ങൾ ചേർത്ത് നിർമ്മിക്കപ്പെടുന്ന ഭസ്മം സകല രോഗങ്ങളിൽ നിന്നും സംരക്ഷിക്കുമെന്നാണ്
അഘോരികളുടെ അഗാധമായ വിശ്വാസം. അഘോരികൾ രാത്രികളിൽ ഒരിക്കലും ഉറങ്ങാറില്ല. കൂടാതെ സന്ധ്യാവന്ദനം കൃത്യമായും ചെയ്യും. അതുപോലെ തന്നെ സൂര്യാരാധന വളരെ കൃത്യനിഷ്ഠതയോടെ നിർബന്ധമായി അനുഷ്ഠിച്ചു പോരുന്നു. കപാലം അഥവാ തലയോട്ടിയാണ് ഇവരുടെ ആഭരണം. ഇത് തന്നെയാണ് അഘോരികളുടെ യഥാർത്ഥ അടയാളം. ഇത്തരം ആഭരണങ്ങൾ ഉണ്ടാക്കാനുള്ള തലയോട്ടികൾ ഇവർ ശേഖരിക്കുന്നത് ജലസമാധിയിൽ അടയുന്ന സന്യാസിമാരുടെ ഒഴുകി നടക്കുന്ന ശവശരീരത്തിൽ നിന്നുമാണ്. അഘോരികളുടേത് വളരെ പഴയ ശൈവ സമ്പ്രദായമാണ്. യാഥാസ്ഥിതിക സനാതന ധർമ്മങ്ങളിൽ നിന്നും അഘോരി സന്യാസികളുടെ ജീവിത രീതിയും ആചാരങ്ങളും വളരെയേറെ വ്യത്യാസമാണ്. അതുകൊണ്ട് തന്നെ അഘോരി സന്യാസികൾ പ്രസിദ്ധിയേക്കാൾ ഉപരി കുപ്രസിദ്ധിയിലാണ് അറിയപ്പെടുന്നത്. അങ്ങനെ നാം കാണാത്ത, നാം അറിയാത്ത എന്തെല്ലാം നിഗൂഢതകൾ നിറഞ്ഞ സൃഷ്ടിയെ അവലംബിച്ചിരിക്കുന്നു നമ്മുടെ പ്രപഞ്ചം. അതിൽ വിവേകമുള്ള മനുഷ്യനെ പിറവിയെടുത്തത് തന്നെ മഹാദേവൻ തന്ന മഹാഭാഗ്യമാണ്. മറ്റൊരു നല്ലൊരു വീഡിയോ ഉടൻ വരുന്നതായിരിക്കും. അതിലെല്ലാവർക്കും ഓം ശാന്തി.